അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ അല്ലിംനാ ബിമാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ അവസാനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് രൂപത്തിലുള്ള വികാരങ്ങളാണ് വിശ്വാസികൾക്കുണ്ടാവുക. ഒന്ന്, ദുനിയാവിലെ തന്നെ എണ്ണപ്പെട്ട ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന, കൊതിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ അവസാനത്തെ 10. അതേസമയം റമദാൻ അവസാനിക്കുന്നതോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്ന പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിപ്പോകും. ഈ രണ്ട് നിലക്കുള്ള വികാരങ്ങളും ചേർന്നായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യൻ്റെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ്റെ ജീവിതക്രമത്തെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടയാളമാണ് മതപരമായി തന്നെ ആഘോഷങ്ങളെ നിശ്ചയിച്ചു നൽകി എന്നത്. മനുഷ്യനെപ്പോഴും സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിനുവേണ്ട കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ്, അതിനുവേണ്ട സാഹചര്യങ്ങളെ മനുഷ്യൻ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ആ മനുഷ്യൻ്റെ മനസ്സിനെ അറിയുന്ന സ്രഷ്ടാവ്, അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്രഷ്ടാവ് മതപരമായി തന്നെ 2 ദിവസങ്ങൾ സന്തോഷിക്കാനും ആഘോഷിക്കാനുമൊക്കെ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ചും മതം സംസാരിക്കുകയും അതിനുവേണ്ട അനുവദനീയമായ മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ആ നിലക്ക് കൂടെയാണ് റമദാൻ അവസാനിച്ച് പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കേവലം നേരം വെളുക്കുന്ന ഒരു ദിവസം എന്നതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി സംവിധാനിച്ച, സന്തോഷിക്കാൻ, ആഘോഷിക്കാൻ സംവിധാനിച്ച ദിവസത്തെ ആ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് തന്നെ, ആ സന്തോഷത്തെ എല്ലാ നിലക്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ നേരം വെളുക്കുകയും ആ ദിവസത്തെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാക്കി തീർക്കുകയും വേണം. പണ്ഡിതന്മാർ പറഞ്ഞ വാചകം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും: ഇൽഹാറു സുറൂരി ഫിൽ അഅ്യാദി മിൻ ശിആരിദ്ദീൻ. പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഒരു വിശ്വാസി സന്തോഷിക്കുക എന്നത് അത് ദീനിൻ്റെ അടയാളമാണ്, ഷിആറാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഷിയാർ, ദീനിൻ്റെ അടയാളമാണ് പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു വിശ്വാസി സന്തോഷിക്കുക. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ആ സന്തോഷത്തിനു വേണ്ട ഉതകുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസികൾ ചെയ്യട്ടെ, അനുവദനീയമാണ് എന്ന് മാത്രമല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരത്തിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ദീൻ അനുവദിച്ച മാർഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം പുണ്യകർമ്മമായി മാറുന്ന ദിവസം കൂടെയാണ് പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തിയതിൻ്റെ ശേഷം മദീനത്തെ ആളുകൾ ആഘോഷിച്ചിരുന്ന 2 ദിവസങ്ങളുണ്ട്. ആ 2 ദിവസങ്ങളെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ. ആ 2 ദിവസങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായ 2 ദിവസം അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിട്ടുണ്ട്. യൗമുൽ അൽഹ വ യൗമുൽ ഫിത്ർ. അതൊന്ന് ഈദുൽ അൽഹയാണ്, ഉളുഹിയ്യത്ത് അറുക്കുന്ന ബലിപെരുന്നാളിൻ്റെ ദിവസം. മറ്റൊന്ന് ഈദുൽ ഫിത്റാണ്, ഒരു മാസത്തെ റമദാനിൻ്റെ വ്രതശുദ്ധിയുമായി, റമദാനിൻ്റെ എല്ലാ നിലക്കുമുള്ള മനസ്സും ശരീരവുമൊക്കെ ശുദ്ധിയാക്കുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയി വിശ്വാസികൾ ആഘോഷിക്കുന്ന ഫിത്ർ പെരുന്നാളുമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ കാണാം, സൂര്യൻ നിൽക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ടതാണ്, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് പെരുന്നാളിൻ്റെ ദിവസത്തെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് മതപരമായി ദീന് പഠിപ്പിക്കുന്ന ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കുന്നതുമൊക്കെ കൂലി കിട്ടുന്ന കാര്യമായി പഠിപ്പിക്കപ്പെട്ടുള്ള ദിവസമാണിത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 30 ദിവസത്തെ നിങ്ങളുടെ എണ്ണപ്പെട്ട അയ്യാമ മഅദൂദ എന്നാണല്ലോ ദിവസങ്ങൾ, റമദാനിലെ ദിവസങ്ങളെക്കുറിച്ച് ഖുർആൻ നടത്തുന്ന പ്രയോഗം. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് റമദാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വൽ തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ,
ഈ റമദാൻ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി ആ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, അവൻ കൽപ്പിച്ചത് പ്രകാരം ഒരു മാസത്തെ നോമ്പനുഷ്ഠിക്കാനൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകി. അത് പലർക്കും കിട്ടിയിട്ടില്ല. ആ ഹിദായത്ത് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ധ്വനികൾ മുഴക്കേണ്ട ദിവസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സന്തോഷമുള്ള, ആഘോഷിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഉന്മേഷമുണ്ടാകേണ്ട ദിവസമാണ് പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു പെരുന്നാളിൻ്റെ ദിവസം 2 കുട്ടികൾ വന്ന് പാട്ടുപാടുന്ന ഒരു രംഗത്തെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ച് നൽകുന്നുണ്ട്. അപ്പം ആ വീട്ടിലേക്ക് കയറി വന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടാണിത്, പ്രവാചകൻ്റെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ പാട്ടുപാടി കളിക്കുകയാണോ? പ്രവാചകനുള്ള ഒരു സീരിയസ്, ഒരു വക്കാർ, ഒരു ഗൗരവം നിങ്ങൾ കാണിക്കുന്നില്ലേ എന്നൊക്കെ പറയുകയും അദ്ദേഹം ഒരൽപ്പം രോഷാകുലനായിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആ മിസ്മാറു ഷയാത്തീൻ ഫി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാജിൻ്റെ പാട്ടും പിശാജിൻ്റെ ഉപകരണങ്ങളുമൊക്കെയാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ നിങ്ങൾ നടത്തുന്നത്? അവരൊരിക്കലും സംഗീതോപകരണങ്ങളല്ല ഉപയോഗിച്ചിരുന്നത്, മറിച്ച് നിഷിദ്ധമാക്കിയ ഉപകരണങ്ങളല്ല ഉപയോഗിച്ചിരുന്നത്. അവർ ദഫ് കൊട്ടി പാട്ട് പാടുകയായിരുന്നു എന്ന് ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞത്? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഉൾക്കാഴ്ച നൽകേണ്ട വാക്കാണ്. ദഅ്ഹുമാ യാ അബൂബക്കർ, ആ കുട്ടികളെ വിട്ടേക്കുക അബൂബക്കർ. ഇന്നലി കുല്ലി ഖൗമിൻ ഈദ, എല്ലാ സമൂഹത്തിനും അവരാഘോഷിക്കുന്ന, അവർ സന്തോഷിക്കുന്ന ദിവസങ്ങളുണ്ട്. വഹാദ ഈദുന, ഇത് നമ്മുടെ പെരുന്നാളാണ്. ഈ പെരുന്നാളിൻ്റെ ദിവസം കുട്ടികൾ ദഫുമുട്ടി ആഘോഷിക്കട്ടെ, അവർ സന്തോഷം പ്രകടമാക്കട്ടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ നമ്മളൊരു വീട്ടിൽ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, നമ്മുടെ യാത്ര പോകുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടി കളികളിൽ ഏർപ്പെടുന്നത്, അതുപോലെ തന്നെ കുട്ടികൾ പാട്ടുപാടുന്നത്, ഉല്ലാസത്തിന് വേണ്ടി ദീൻ അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സംഘടിപ്പിച്ചാലും അതെല്ലാം കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ പെരുന്നാളിനെ ആഘോഷിക്കണം, ആ സന്തോഷം നമ്മൾ പ്രകടമാക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം പെരുന്നാളിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എന്തായിരിക്കണം? മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പെരുന്നാളിൻ്റെ ദിവസം ആളുകളോട് ഖുത്ബ നടത്തുമ്പോൾ പറയുമായിരുന്ന വാചകം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇന്നക്കും സുംതും ലില്ലാഹി സലാസീന യൗമ വഖുംതും ലില്ലാഹി സലാസീന യൗമ വഖറജതുമുൽ യൗം അയ്യതഖബ്ബലല്ലാഹു മിൻകും. പെരുന്നാളിൻ്റെ ദിവസം കൂടി നിൽക്കുന്ന വിശ്വാസികളോട് അദ്ദേഹം നടത്തുന്ന സംസാരം, നിങ്ങൾ കഴിഞ്ഞ 30 ദിവസം അള്ളാഹുവിനു വേണ്ടി നോമ്പ് പിടിക്കണ്ടായി. നോക്കൂ, നമ്മൾ ഇന്ന് നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസും. റമദാൻ മാസത്തിൽ സന്നിഹിതരായവർ, അന്ന് ഹാജരായവർ, അന്ന് ആഫിയത്തോടുകൂടെ ഉള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്ന ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പന ഒന്ന് മാത്രമാണ് റമദാനിൻ്റെ പകൽ നോമ്പിൻ്റെ പവിത്രത കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ 30 ദിവസം അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ മാത്രം ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് നോമ്പ് ആചരിക്കുകയുണ്ടായി. വഖുംതും ലില്ലാഹി സലാസീന യൗമ, ആ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് 30 ദിവസവും രാത്രി നിങ്ങൾ ദീർഘമേറിയ നിസ്കാരങ്ങൾ നിർവഹിച്ചു. വഖറജതുമുൽ യൗം അയ്യതഖബ്ബലല്ലാഹു മിൻകും. ഇന്നത്തെ ദിവസം നിങ്ങൾ വന്നിരിക്കുന്നത് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നുള്ള തേട്ടമാണ്. പുതുവസ്ത്രം ധരിച്ച് വിശ്വാസിക്കുള്ള പെരുന്നാളിൻ്റെ സന്തോഷം, ആ യഥാർത്ഥ സന്തോഷം പുതുവസ്ത്രം ധരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ, റമദാനിൻ്റെ ഈ ദിവസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ റബ്ബിനോട് അടുക്കാൻ എനിക്ക് പറ്റി, കുറച്ചൊക്കെ സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ എനിക്ക് പറ്റി, ഖുർആൻ പാരായണത്തിലും സ്വതക്കയിലും നിസ്കാരത്തിലും എല്ലാ വിഷയത്തിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിച്ചു, റബ്ബേ ഇനി സ്വീകരിക്കണമേ എന്ന് 30 ദിവസം അള്ളാഹുവിനു വേണ്ടി കർമ്മങ്ങളിൽ നിരതരായതിൻ്റെ സന്തോഷമാണ് വിശ്വാസി പ്രകടമാക്കുക എന്ന. ആ വിശ്വാസിക്ക് എങ്ങനെയാണ് പെരുന്നാളിൻ്റെ ദിവസം ഉറപ്പിക്കുന്നത് മുതൽ, അത് ഒന്നുകിൽ മാസപ്പിറവി ദൃശ്യമായിട്ടോ അല്ലെങ്കിൽ 30 പൂർത്തിയായിട്ടോ ശവ്വാലിൻ്റെ പിറവി ഉറപ്പിക്കുന്നത് മുതൽ വിശ്വാസികൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ശബ്ദമുയർത്തി തന്നെ നടത്തേണ്ട പ്രഖ്യാപനം സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? തക്ബീറാണ്. നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഈ പ്രകൃതിയിൽ ഉച്ചത്തിൽ നമ്മൾ കേൾക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ എന്നാവർത്തിച്ച് വലിയവരും ചെറിയവരും ഒക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല, അള്ളാഹുവേ ഞങ്ങളുടെ സ്രഷ്ടാവേ നീയാണ് ഞങ്ങൾക്ക് വലുത്. നീ കൽപ്പിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ 30 ദിവസം പകൽ സമയങ്ങളിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയത്. ഞങ്ങൾക്ക് വലുത് നീയാണ് റബ്ബെ, നീ അല്ലാതെ ഒരാരാധ്യനില്ല എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും ശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശത്തെ, കലിമത്തു തൗഹീദിനെ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാചകങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് തക്ബീറിൻ്റെ ധ്വനികളായിക്കൊണ്ട്. ആ തക്ബീറിനോട് കൂറു പുലർത്തുന്നതായിരിക്കണം പെരുന്നാളിൻ്റെ ദിവസത്തിലും നമ്മൾ എടുക്കേണ്ട സമീപനങ്ങളെന്ന് പറയുന്നത്. ഒരു പെരുന്നാളിൻ്റെ ദിവസം ഒരു വിശ്വാസിക്ക് ഒട്ടും യോജിച്ചതല്ലാത്ത രൂപത്തിൽ ആഘോഷങ്ങളിൽ ഏർപ്പെടുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ റമളാനിൻ്റെ പകൽ സമയങ്ങളിൽ അത്യാവശ്യമായ കാര്യങ്ങൾ പോലും വേണ്ട എന്ന് വെച്ച മുസ്ലിം എങ്ങനെയാണ് പെരുന്നാളിൻ്റെ ഒരൊറ്റ ദിവസം അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും കാറ്റിൽ പറത്തി പെരുന്നാൾ ആഘോഷിക്കുക? വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. ആരോടൊക്കെ ഇടപെടണം എന്നതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ ഇടപെടലുകളാകാമെന്നതിന് അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഇടപഴകേണ്ടതിൻ്റെ പരിധികളെക്കുറിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊക്കെ കാറ്റിൽ പറത്തി വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ചും അല്ലെങ്കിൽ വളരെ മോശമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്ത്രധാരണങ്ങൾ നടത്തിയും സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാക്കിയും ഒക്കെ നടത്തുന്ന ആഘോഷം, അതെന്ത് ആഘോഷമാണ്? നമ്മൾ എന്തിനാണ് പെരുന്നാളിന് പുതുവസ്ത്രം ഇടുന്നത്? അള്ളാഹു സംവിധാനിച്ച പെരുന്നാൾ ആഘോഷിക്കാനാണ്. അത് അള്ളാഹു പറഞ്ഞ രൂപത്തിലാകുമ്പോഴല്ലേ അതിനർത്ഥമുണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മുൻഗാമികളിൽപ്പെട്ടവർ ചിലരൊക്കെ നടത്തിയ സംസാരം നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിനൊട്ടും യോജിക്കുന്നതല്ലാത്ത രീതിയിൽ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ചിലരിങ്ങനെ പറഞ്ഞു എന്നാണ്, ഇൻകാന ഹഉലായി, ഈ ഇങ്ങനെ ആഘോഷിക്കുന്ന വിഭാഗം ആളുകൾ അവരുടെ അവരിൽ നിന്ന് അവരുടെ നോമ്പും അതുപോലെ തന്നെ കർമ്മങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഫമാ ഹുവ ഫിഅലു ഷാക്കിരീൻ, നന്ദി കാണിക്കുന്ന ആളുകൾ ഇങ്ങനെയല്ല പ്രവർത്തിക്കുക. അല്ലേ? നമ്മൾ നോമ്പും പെരുന്നാളും നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ നോമ്പും നിസ്കാരവും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ഒക്കെ റബ്ബ് സ്വീകരിച്ചതിൻ്റെ സന്തോഷമാണെങ്കിൽ ഇതല്ല അത് പ്രകടമാക്കേണ്ട രീതി എന്നവർ പറയുമായിരുന്നു. ഇൻകാനു, ഇനി അതല്ല, അവരിൽ നിന്ന് ഇതൊക്കെ സ്വീകരിച്ചിട്ടില്ല, അല്ലേ? നമുക്കറിയില്ലല്ലോ നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫമാ ഹാദാ ഫിഅലുൽ ഖായിഫീൻ, റബ്ബേ ഇത് സ്വീകരിക്കണമേ എന്ന് പേടിയുള്ള ഒരു വിശ്വാസി ഇങ്ങനെയല്ല അവൻ്റെ സന്തോഷം പ്രകടമാക്കേണ്ടത് എന്ന് വളരെ മുൻപേ ഉള്ള ആളുകൾ അതിരുവിട്ട ആഘോഷത്തിൻ്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ അവിടെ ദീനുള്ള കാരണവന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ നടത്തിയ സംസാരമാണ്. വല്ലാഹുൽ മുസ്തആൻ. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെ നമ്മുടെ മുൻഗാമികൾ, പ്രവാചകൻ, സ്വഹാബികളൊക്കെ കണ്ടാൽ അവരേത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാലോചിച്ച് പെരുന്നാളിൻ്റെ ദിവസത്തെ ഏറ്റവും ഭംഗിയാക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പെരുന്നാളിൻ്റെ ദിവസം ഇസ്ലാം ഒരുപാട് സുന്നത്തുകളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ പെരുന്നാളിൻ്റെ ആഘോഷ സുദിനം എന്ന് പറയുന്നത് ആഘോഷം മാത്രമല്ല, മറിച്ച് ഇബാദത്താണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ സുന്നത്തുകൾ ഒരുപാട് നിർവഹിക്കാനുള്ള ഇബാദത്താണത്. ആ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ അതെന്തല്ല, പള്ളിയിൽ അല്ലെങ്കിൽ ആരാധന എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഖുർആൻ പാരായണവും മറ്റുമൊന്നുമല്ല, അതൊക്കെ വേണം. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന ആരാധനാ കർമ്മങ്ങൾ എന്നാൽ എന്താണ്? അത് വിശ്വാസികളെ പരസ്പരം കാണുമ്പോൾ നിങ്ങൾ തഹ്നിയത്ത് നടത്തുക, ആശംസ വാചകങ്ങൾ കൈമാറുക. പ്രവാചകൻ്റെ സ്വഹാബികൾ നടത്തിയിരുന്ന ആശംസാ വാചകം കൈമാറിയിരുന്നത് ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, കഴിഞ്ഞ ദിനരാത്രങ്ങളിലെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് ആശംസാ വാചകമായി മുൻഗാമികൾ പെരുന്നാളിൻ്റെ ദിവസത്തിൽ പരസ്പരം കൈമാറിയിരുന്നത്. അത് കൈമാറുക എന്നത് ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം ഈദ് ഫിത്ർ പെരുന്നാളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഘുവായി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകാറുള്ളത്. അത് വലിയൊരു മെസ്സേജ് കൂടെയാണ്. കഴിഞ്ഞ 30 ദിവസം നമ്മുടെ റുട്ടീൻ എന്താണ്? ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ വെള്ളവും ഭക്ഷണവുമില്ല. എന്നാൽ പെരുന്നാളിൻ്റെ ദിവസം ഫജ്ർ കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ശീലം എന്താണ്? നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലഘുവായി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അന്നത്തെ ദിവസം നോമ്പ് നോക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലഘുവായ ഭക്ഷണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമായിരുന്നു. ഒറ്റയായാണ്, വിത്തറായാണ് പ്രവാചകൻ ഈത്തപ്പഴം കഴിക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഘുവായി ഭക്ഷണം കഴിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആണും പെണ്ണും ചെറിയവരും വലിയവരുമൊക്കെ ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർ പ്രത്യേകം മനസ്സിലാക്കുക,
പുരുഷന്മാർ അവർ സുഗന്ധം പൂശുക. സ്ത്രീകൾ പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശരുത് എന്ന് ഇസ്ലാമിൻ്റെ ഖണ്ഡിതമായ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാളിൻ്റെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടും സ്ത്രീകളോടും, ഏതുവരെ അന്ന് നിസ്കാരമില്ലാത്ത സ്ത്രീകളോട് പോലും മുസല്ലയിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. ഉമ്മത്ത് ഒന്നാകെ ഐക്യത്തോടുകൂടെ നിൽക്കുന്ന സന്ദർഭമാണ് പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ചെറിയവരും വലിയവരും, അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും, അതുപോലെ തന്നെ നിസ്കാരമില്ലാത്ത സ്ത്രീകളോട് വരെ ആ മുസല്ലയിലേക്ക് പുറപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവതുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഏത് മുസല്ലയിലേക്ക് ചെന്ന് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക. അവിടെ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, വലിപ്പത്തരത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുക, ആണും പെണ്ണുമൊക്കെ ഇടകലർന്നുകൊണ്ട് ആഘോഷത്തിൽ ഇടപെടുക എന്നതിനൊക്കെ വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണുക. അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം 30 ദിവസത്തെ നന്മകൾ ഒന്നാകെ തേച്ചു മാച്ച് കളയുന്നതാക്കാതെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ, റബ്ബേ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ പെരുന്നാളിനെ ഏറ്റവും മനോഹരമാക്കുക. ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ചിലർ എല്ലാ ആഘോഷങ്ങളും മുന്നിൽ നിൽക്കുന്ന ചിലരാണ്. ആഘോഷം ഏത് മതസ്ഥരാണെങ്കിലും അവർ മുന്നിലുണ്ടാകുമെന്ന തരത്തിൽ ആഘോഷിക്കുന്ന ചിലരുണ്ട്. പക്ഷേ പെരുന്നാൾ വന്നാൽ അവർ പറയും പെരുന്നാൾ ഇപ്പോൾ പണ്ടത്തെ പോലെ വൈബൊന്നുമില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹു പരിശുദ്ധമാക്കിയൊരു ദിവസം, അള്ളാഹു സന്തോഷിക്കൂ എൻ്റെ അടിമകളെ എന്ന് കൽപ്പിച്ചൊരു ദിവസം നമുക്ക് സന്തോഷം തോന്നുന്നില്ലെങ്കിൽ, മറ്റു ദിവസങ്ങളെപ്പോലെ ആഘോഷത്തിൻ്റെ ഫീല് നമുക്ക് വരുന്നില്ലെങ്കിൽ ഈമാൻ എവിടെയൊക്കെയോ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായി പെരുന്നാളിനെ ആഘോഷിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിലാണ് നമ്മുടെ കർമ്മങ്ങൾ. റഹ്മാനായ റബ്ബെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഈ റമദാനിൽ ലൈലത്തുൽ ഖദർ നിന്ന് നിസ്കരിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കാൻ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇനിയും ഒട്ടേറെ റമദാനുകളെ സ്വീകരിക്കാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.